എൻ്റെ ലൈഫിലെ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം ഏതെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ അമ്പുടു ഞങ്ങളുടെ ലൈഫിലേക്ക് വന്ന ആ നിമിഷം. കല്യാണം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് പൊന്നു പ്രഗ്നന്റ് ആയത്. ഞങ്ങളുടെ ലൈഫിലേക്ക് ഒരാൾ കൂടി വരാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ആദ്യത്തെ 7 മാസം ദുബായിൽ തന്നെയായിരുന്നു ഞങ്ങൾ. അമ്പുടുവിന്റെ ചെറിയ ചെറിയ അനക്കങ്ങളും ചവിട്ടലും ഒക്കെ ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ദുബായിലായതുകൊണ്ട് തന്നെ ജെൻഡർ ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നു. 7-ാം മാസത്തിലാണ് പൊന്നു ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് പോയത്. ഡെലിവറി നാട്ടിൽ നടത്താനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പിന്നീടുള്ള 2 മാസം അവന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അങ്ങനെ ജൂൺ മാസം 23-ാം തീയതി ഞങ്ങളുടെ അമ്പുടു ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണു. അവൻ വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് നാട്ടിലേക്ക് എത്താൻ സാധിച്ചത്. എയർപോർട്ടിൽ നിന്നും നേരെ പോയത് അവരെ രണ്ടാളെയും കാണാൻ വേണ്ടിയിട്ടായിരുന്നു. എങ്ങനെ പറയണമെന്നറിയില്ല. ഞാൻ ആദ്യമായി അവനെ കൈകളിലേക്ക് ഏറ്റുവാങ്ങിയ നിമിഷം ഓർക്കുമ്പോൾ തന്നെ കണ്ണു നിറയും. ഞങ്ങളുടെ ചോരയിൽ ഞങ്ങളുടെ ജീവന്റെ പാതി ആ നിമിഷം അനുഭവിച്ചു തന്നെ അറിയണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു അത്. എന്റെ ലീവ് 1 മാസമായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കരയുന്നത്. 1 മാസം ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ അടക്കാൻ പറ്റാത്ത വിഷമമായിരുന്നു ഉള്ളിൽ. ശരിക്കും എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ചിന്തിച്ചത് മൊത്തം എന്നെപ്പോലെ എത്ര പ്രവാസികളുണ്ടാകും സ്വന്തം ഫാമിലിയെയും മക്കളെയും വിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുന്നത്. സ്വന്തം മോളെ അല്ലെങ്കിൽ മോനെ കാണാൻ കാത്തിരിക്കുന്ന എത്രയോ ആളുകൾ. കുട്ടി ജനിച്ച് ഒന്ന് കാണാനായി 1-2 വർഷം കാത്തിരിക്കേണ്ടി വന്ന എത്രയോ ആളുകൾ. അങ്ങനെ തിരിച്ച് ദുബായിലെത്തി. ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, എത്രയും വേഗം അവരെ ഇങ്ങ് കൊണ്ടുവരണം. എങ്ങനെയെന്നറിയില്ല, പക്ഷെ 4 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ദൈവം സഹായിച്ച് ആഗ്രഹം സാധിച്ചു. അങ്ങനെ അമ്പൂടുവിന്റെ ആദ്യത്തെ ബർത്ത്ഡേയും 2ാമത്തെ ഓണവും ഞങ്ങൾ ദുബായിലാണ് ആഘോഷിച്ചത്. കുറച്ച് കടത്തിലാണെങ്കിലും സാക്രിഫൈസ് ചെയ്യാൻ മനസ്സനുവദിച്ചില്ല. പണം നമുക്ക് ഇനിയും ഉണ്ടാക്കാലോ, ഈ സമയം ഇത് നാളെ കിട്ടില്ല. ജീവിതത്തിൽ പരമാവധി സാക്രിഫൈസ് ചെയ്യൽ ഒഴിവാക്കുക. മാക്സിമം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കഥ പറച്ചിൽ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.